ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് റോന്ത് എന്ന സിനിമയുടെ ട്രെയിലർ വന്നിട്ടുണ്ട്, അതിനെക്കുറിച്ചാണ്. റോന്ത് സിനിമയെ പറ്റി ആദ്യം തന്നെ സംസാരിക്കുമ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം സംസാരിക്കേണ്ട പേര് അതിൻ്റെ ഡയറക്ടറും അതിൻ്റെ കഥ. ഷാഹിദ് കബീറാണ് ഇതിൻ്റെ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ഷാഹിദ് കബീറിൻ്റെ പേര് നമുക്ക് മുന്നേ ഒരുപാട് ഹിറ്റ് പടങ്ങൾ കേട്ടതാണ്. ഇലവീഴ പൂഞ്ചിറിൻ്റെ ഡയറക്ടറാണ് ഷാഹിദ് കബീർ. പിന്നെ നായാട്ട്, ജോസഫ്, ഓഫീസർ ഓൺ ഡ്യൂട്ടി, ഈ പടത്തിൻ്റെ എല്ലാം തിരക്കഥ സിനിമ റൈറ്ററാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് സിനിമ എന്ന് പറയുമ്പം ഒരുപാട് നമ്മൾ എക്സ്പെക്റ്റേഷൻ വരും. ഇത് ട്രെയിലർ ഇപ്പം മിഞ്ഞാന്ന് വന്നത്, ഒരുപാട് ഇപ്പം തന്നെ 1 മില്യണിനുള്ളിലേക്ക് ഇത് പോയി കഴിഞ്ഞു. നമുക്ക് ഏതായാലും ഒന്ന് ട്രെയിലർ കാണാം. അതിനു മുന്നേ ഈ പടം എന്തിന് കാണണം എന്ന് പറഞ്ഞാൽ, ഈ ഇത്രയും നമ്മൾ പറഞ്ഞില്ലേ, ഈ നായാട്ട്, ഇലവീഴ പുഞ്ചിറ, ഓഫീസർ ഓൺ ഡ്യൂട്ടി, 21 മുതൽ സാക്ഷി, ഇന്ത്യയിലും ഭാഗങ്ങൾ പ്രവർത്തിച്ച ടീംസ് തന്നെയാണ് ഇതിലേക്കും വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ എക്സ്പെക്റ്റേഷൻ ഇങ്ങനെ കൂടുന്നത്. പിന്നെ ദിലീഷ് പോത്തനാണ് ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് വരുന്നത്. പിന്നെ നമ്മുടെ പാൻ ഇന്ത്യൻ താരം റോഷൻ, ഇവരൊക്കെയാണ് ഇതിലേക്ക് വരുന്നത്. ഇപ്പം ട്രെയിലറിൻ്റെ അകത്ത് കാണിക്കുന്ന ഒരു ദിവസത്തെ പെട്രോളിങ് നമ്മൾ നാട്ടിൽ പറയാം റോന്ത് ചുറ്റുക എന്ന് പറയുന്നത്. റോന്ത് അത് തന്നെയാണ് തോന്നും. ഇത് ഒരു ദിവസത്തെ പെട്രോളിങ്ങിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. നമുക്ക് ഏതായാലും ഇതിന്റെ ട്രെയിലറിലേക്ക് പോവാം. ശബ്ദമൊക്കെ വല്ലാണ്ടിരിക്കുന്നത് ഒന്നുമില്ല. ആ ചൊറിയും യോഹനാനുമായിട്ട് എന്ത് ഡ്യൂട്ടി കുറെ നേരമായിട്ട് ആൾ എനിക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഞാൻ വിളിക്കാം, പൈലറ്റ് വരുന്നുണ്ട്. P1 മൊബൈൽ ടു ആൻസറിംഗ്. സാർ, ഞങ്ങളോട് ബോർഡർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓവർ. ഏതായാലും ഇതിൻ്റെ അകത്ത് വരുന്നത് ഒരു സുപ്പീരിയർ ഓഫീസറിന്റെ പവർ കാണിച്ചുകൊണ്ടുള്ള ഇതാണ് കാണിക്കുന്നത്. അത് ദിലീഷ് പോത്തൻ ഉദ്യോഗസ്ഥൻ. അയാളെ സംബന്ധിച്ച് അയാൾ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് കൂട്ടു നിൽക്കേണ്ടി വരും. അതായത് ഈ പെട്രോളിംഗ് എന്ന് പറയുന്നത് ക്രൈം ഉണ്ടാകാൻ നോക്കാനാണ്. ഈ കോടതി കേസൊന്നും പേടിച്ചിട്ടല്ല ഈ നാട്ടിലുള്ളവന്മാരൊക്കെ മര്യാദയ്ക്ക് നടക്കുന്നത്. പോലീസിൽ ഇടി പേടിച്ചിട്ടാണ്. ഒറ്റ എണ്ണത്തിനെ ഇവിടെ കാണുന്നത്. കണ്ടാ പിടിച്ച് അകത്തിട്ട് ഞാൻ കേസെടുക്കും. അങ്ങനെ ഇപ്പൊ താൻ ഉണ്ടാകണ്ട. ഡ്രൈവർ പണിയല്ലേ, നീ അത് ചെയ്താൽ മതി. കീഴാറ്റൂർ കുന്ന്, അതായത് കണ്ണൂരിലെ കഥയാണിത്. കണ്ണൂർ ഇന്നത്തെ ഇരിട്ടി ഭാഗം കാണിക്കുന്നത്. കണ്ണൂർ ഭാഗങ്ങളിലാണ് ഇതിന്റെ ഷൂട്ടിംഗ് നടക്കുന്നത്. എനിക്കിത് കുണപ്പിക്കാൻ നിൽക്കില്ലേ? പോലീസിനെ ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ ഈ പണിക്ക് ഇറങ്ങിയാലേ മെസ്സിങ് ആണല്ലോ. നീ നാട്ടുകാർ നോക്കി അവളെങ്ങനെ കെട്ടി തൂങ്ങിയിട്ടുണ്ടോ? നിന്നെ പോലുള്ള പേടിത്തൊണ്ടന്മാരെ എൻ്റെ കൂടെ ഡ്യൂട്ടിക്കിടല്ലെന്ന് നാളെ SHO എന്ന് പറയാനല്ലോ. ഞാൻ പറഞ്ഞു സാറിനോട് എനിക്ക് പേടിയാണ്. അതായത് രണ്ടാളും നമ്മളുടെ ഈഗോ ക്ലാഷ് നല്ലോണം നടക്കുന്നുണ്ട്. നീയൊക്കെ എന്തുവാടാ ചെറുക്കനെ ചെയ്തത്? ഇപ്പൊ ഇതിൻ്റെ അകത്ത് റോഷൻ, ദിലീഷ് പോത്തനെ മെയിനായിട്ട് കാണിക്കുന്നുണ്ടെങ്കിലും ഇനി ഇതിൻ്റെ അകത്തുള്ളത് സുധി കോപ്പിയുണ്ട്, അരുൺ, ലക്ഷ്മി മേനോനുണ്ട്, അങ്ങനെ കുറെ താരങ്ങളുണ്ട്. പിന്നെ നമ്മുടെ മിഥുൻ ചേട്ടൻ്റെ വൈഫില്ലേ ലക്ഷ്മി മേനോൻ, അവളുണ്ട്. അത് ദിലീഷ് പോത്തൻ്റെ വൈഫായിട്ടാണ് അഭിനയിക്കുന്നത്. ഡയറക്ടർ ഷാഹി കബീറാണ്. സ്റ്റോറി ഷാഹി കബീർ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫിയും മനേഷ് മാധവൻ. പിന്നെ മ്യൂസിക് അനിൽ ജോൺസൺ. ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്തെ മെയിൻ ഹൈലൈറ്റ്സ് സാന്താനങ്ങൾ. പിന്നെ ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് അഭിനയിക്കുന്നത് റോഷൻ മാത്യു ഉണ്ട്, ദിലീഷ് പോത്തനുണ്ട്, സുധി കോപ്പിയുണ്ട്, ലക്ഷ്മി മേനോനുണ്ട്.
ഏതായാലും സിനിമ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്ത എന്തായാലും അടിപൊളി ഹിറ്റ് അടിക്കാനുള്ള ട്രെയിലറും കാര്യങ്ങളിലും ഉണ്ട്. കാരണം ഇതിൻ്റെ അകത്ത് പിന്നാമ്പുറത്ത് പ്രവർത്തിച്ചവർ തന്നെയാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്സ്. ഷാഹിദ് കബീറിനെ പറ്റി തന്നെയാണ് നമ്മൾ ഈ പറയുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് ട്രെയിലറിൻ്റെ ഇടയിൽ ഒരു കമൻറ്റ് കണ്ടാണ്. ആ കമൻറ്റ് നല്ലൊരു രസമായിരുന്നു. കാരണം വെച്ചാൽ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്ത ഒരു ബ്ലോക്ക് ബസ്റ്റർ അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇല്ലെങ്കിൽ OTT വരുമ്പോൾ നാട്ടുകാർ ഇതിനെപ്പറ്റി നല്ല അഭിപ്രായം പറഞ്ഞിട്ട് കേൾക്കേണ്ടി വരും. അതുകൊണ്ട് സിനിമ തിയേറ്ററിൽ തന്നെ നല്ല വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ ബൈ.